ഹായ് ഫ്രണ്ട്സ്, പ്രസ്കെ ലേണിംഗ് ആപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നത് വയനാട് കൽപ്പറ്റയിലെ നീതു ടീച്ചറാണ്. നീതു ടീച്ചർ ഞങ്ങളുടെ ലേണിംഗ് ആപ്പിലൂടെ കേട്ടറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിലെ സ്കൂളുകളിൽ എയ്ഡഡായാലും ഗവൺമെൻറ് മേഖലയിലായാലും അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയായാലും അവിടെയൊക്കെ അധ്യാപക തസ്തികകളിലേക്ക് നിയമിക്കപ്പെടാൻ ആവശ്യമായ ക്വാളിഫിക്കേഷനാണ് കേട്ടറ്റ്. പല വിദ്യാർത്ഥികളും കേട്ടറ്റ് പരീക്ഷകളിൽ പരാജയപ്പെടാറുണ്ട്. വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി പഠിച്ച് ഉന്നത വിജയം നേടിയ നീതുവിനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നീതു, ഹായ് നീതു. നീതു കേട്ടറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി. ആദ്യത്തെ ശ്രമങ്ങളിലൊക്കെ തന്നെ പരാജയപ്പെട്ടു പോയി. എന്തായിരുന്നു പരാജയത്തിന്റെ കാരണങ്ങൾ? ഞാൻ 2012 പാസ് ഔട്ട് ആയത്. 12 TTC, ഇപ്പോഴത്തെ DLED പാസ്സായി. അതിനുശേഷം അത് കഴിഞ്ഞ് പിന്നെ 2019 ഈ കേട്ടറ്റ് എക്സാം എഴുതുന്നത്. അപ്പൊ ഒരുപാട് ഗ്യാപ്പ്, 7 വർഷത്തെ നീണ്ട ഗ്യാപ്പ് നിങ്ങൾക്കുണ്ടായി. അതെ. അപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിൽ വിചാരിച്ചു ഇത് എഴുതി കഴിഞ്ഞാൽ വേഗം കിട്ടുമെന്നുള്ളൊരു ധാരണയിൽ പരീക്ഷയ്ക്ക് അഭിമുഖീകരിച്ചു. പിന്നീട് പരീക്ഷ എഴുതുന്നതിനനുസരിച്ച് 1-2 മാർക്കിന് പോകും. പിന്നെ 1-2 മാർക്ക് ചെറിയൊരു അടുത്ത് ബ്രിമ്മിലെത്തും, മാർക്കും കുറയുന്നു. അങ്ങനെ പരാജയപ്പെട്ടു. എത്ര തവണ നിങ്ങൾ ശ്രമിച്ചു നോക്കി? 5 തവണ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽസ് പഠിച്ച് എന്തെങ്കിലും പഠിച്ചിരുന്നു? ആ സമയത്ത് പിന്നെ ഞാൻ നല്ല എമൗണ്ട് കൊടുത്തിട്ടും ആപ്പുകൾ മേടിച്ചിരുന്നു. ഉയർന്ന ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെ. പിന്നീട് പിന്നെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുക, അതിന് നോട്ട് എഴുതുക, അങ്ങനെയായിരുന്നു. പക്ഷെ അത് എത്ര ആപ്പ് വാങ്ങിയിട്ടും നോട്ട്സ് എഴുതിയിട്ടും നമുക്ക് ആ ഒരു കറക്റ്റ് മാർക്കിന്റെ അടുത്ത് എത്തുന്നില്ലായിരുന്നു. മറ്റ് ലേണിംഗ് ആപ്പുകളിൽ നിന്ന് എന്താണ് വ്യത്യസ്തങ്ങൾ പ്രസ്കെയിൽ കാണുന്നത്? ഞാൻ അങ്ങനെ പ്രസ്കെയിൽ മേടിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ മറ്റേ ആപ്പ് തുടങ്ങുമ്പോൾ ഒരുപാട് വീഡിയോസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ആപ്പ് കയറി കഴിഞ്ഞാൽ വീഡിയോസിന്റെ ബാഹുല്യം, അപ്പൊ നമ്മളിത് ഫുള്ള് എപ്പ കണ്ടു തീർക്കും എന്നുള്ള ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ, പ്രസ്കെയിലിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ബയോളജീന്റെ ഒരു പാട്ടൊക്കെ വെച്ച്. അപ്പൊ എന്നോട് നീ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി എന്ന് പറഞ്ഞു. സുഹൃത്ത് വഴി അങ്ങനെ ഞാനിത് മേടിച്ച ശേഷം പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ ഡീപ്പായിട്ടുള്ള വീഡിയോസ് ഇല്ല, എന്താണോ പഠിക്കേണ്ട കണ്ടന്റ്, അതായത് വളരെ സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായി ഒരു പരിമിതമായ സാധനങ്ങൾ തരുന്നു. അതെ. അതേപോലെ അപ്പൊ ഞാൻ കൂടുതൽ നോക്കിയത് സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതേപോലെ സോഷ്യലുമാണ് മെയിനായിട്ട് നോക്കിയത്. അപ്പൊ പൊതുവെ കേട്ടറ്റിന് കൂടുതൽ ചോദ്യങ്ങൾ ഈ മനഃശാസ്ത്ര വിഭാഗത്തിൽ നിന്നാണ്. മനഃശാസ്ത്രമാണ് കുട്ടികൾക്ക് ഒരു കടമ്പയായി തീരുന്നത്. നിങ്ങൾ ഞങ്ങളെ ഈ ലേണിംഗ് ആപ്പിന്റെ മനഃശാസ്ത്ര ക്ലാസ്സുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ മറ്റ് ആപ്പുകളെ അപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്ന പഠിക്കേണ്ട കാര്യം മെയിനായിട്ട് ക്വസ്റ്റ്യൻ കുറേ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് തരും. അതിൽ എല്ലാ കൊല്ലവും ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ആദ്യമേ അവർ പറഞ്ഞു തരുമായിരുന്നു. ആ ഒരു സംഭവം നമ്മൾ മാർക്ക് കളയാൻ പാടില്ല. കാരണം അത് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. ഒരു ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ഈ പഠന വൈകല്യങ്ങളൊക്കെ, അപ്പൊ അതിൽ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാർക്ക് കളയരുതെന്ന് ആദ്യം തന്നെ പറയുമായിരുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്, നിർദ്ദേശങ്ങളും. അതെ. അപ്പൊ ആ ഒരു ഭാഗം, അങ്ങനെയുള്ള ഭാഗം ആദ്യം തന്നെ കവർ ചെയ്ത് പിന്നീട് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണോ കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് അത് വീണ്ടും വീണ്ടും കാണുക, സംശയമുള്ളത് അപ്പം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ശേഷം എങ്ങനെയാണ് ഇവാലുവേഷൻ ഇവരുടെ? ഒരു നമുക്ക് ചിലപ്പം ഒരു 1 വീക്കിൽ പഠിക്കേണ്ട ടോപ്പിക് അവർ തരും, അല്ലെങ്കിൽ ചിലപ്പോ ചില ദിവസങ്ങൾ ഒരു ദിവസം നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് തരും. ആ ടോപ്പിക് കവർ ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ എക്സാം ഉണ്ട്. അപ്പൊ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് അപ്പൊ തന്നെ അറിയാം. അപ്പൊ ഏത് ഭാഗത്തു നിന്നാണോ മാർക്ക് കുറയുന്നത് ആ ടോപ്പിക് വീണ്ടും പഠിക്കേണ്ടി വരും. ഇപ്പോൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് 150 ചോദ്യങ്ങളാണ്. അതില് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 90
മാർക്ക് വേണം. അതെ അതെ മൈനസ് മാർക്കില്ല എന്നൊരു പ്രത്യേകതയാണ്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഈ നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയല്ലേ? അതെ അതെ അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാളെന്ന ആൾക്ക് ഈ ഗണിതശാസ്ത്രത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗണിതശാസ്ത്രം എങ്ങനെയാണ് ആളുകൾ, ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് ഗണിതശാസ്ത്രം പഠിക്കേണ്ടത്? അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 നമ്മൾ +1 +2 ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ നമുക്ക് ആകെ എക്കണോമിക്സിൽ മാത്രമേ ഉള്ളൂ. അതും നമ്മൾ ഈ ഒരു മാത്സുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ബേസിക് നമുക്ക് നന്നായി ആവാതെ നമുക്ക് ടൈം മാനേജ്മെന്റ് ആവട്ടെ, ഇതിലെ ചോദ്യങ്ങൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് മോഡലാണ്, പഴയ നേരിലുള്ള ചോദ്യങ്ങളല്ലാതെ ഒരു പ്രസ്താവനകളിലൂടെ ഉത്തരം കണ്ടെത്തുന്ന സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതുകൊണ്ട് കുറെ വർക്ക്ഔട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ഇത് ആപ്പ് നമുക്ക് തരും. അതുപോലെ ഏറ്റവും ചെറിയ ആവശ്യമുള്ള പ്രാക്ടീസ് തരുന്നുണ്ട്. അതിൽ ഈ ബേസ് ആയിട്ടുള്ള മാത്സിന്റെ ബേസ് വളരെ നമ്മുടെ സ്ക്രീനിലൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ച അതിന്റെ എങ്ങനെയാണ് ഈ പിക്ചർ ക്വാളിറ്റി എങ്ങനെയാണ് നന്നായിട്ട് വേണ്ടത്. അത് ഞാൻ മെയിൻ ആയിട്ട് സോഷ്യൽ സയൻസ് നോക്കിയ സമയത്ത് ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. നമുക്കിപ്പോ ഒരു 9th വരെയുള്ള ടെക്സ്റ്റ് ബുക്കിംഗ് കവർ ചെയ്യണം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കുറെ കിട്ടാത്തപ്പം ഈ ആപ്പിൽ ഞാൻ കണ്ടത് വെച്ചാൽ നന്നായി സ്ക്രീനില് നമുക്ക് കറക്റ്റ് മാപ്പുകള് ചാർട്ടുകളൊക്കെ തന്നെ കൃത്യമായി നൽകും. അതെ, മാപ്പൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അതില് നദികളെ കുറിച്ചിട്ടും അതേപോലെ ശിലായുഗം അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ എക്സാമ്പിൾ അടക്കം നമുക്ക് കാണിക്കും. അപ്പൊ നമുക്ക് എക്സാം ഹാളിൽ പോയാലും അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരീക്ഷ, ഇവർ പരീക്ഷാ സമ്പ്രദായം എങ്ങനെയാണ്? അതായത് ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ മെയിൻ ആയിട്ട് വരുന്ന അത് സോഷ്യൽ സയൻസിലായിക്കോട്ടെ എല്ലാ സബ്ജക്റ്റിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ പറഞ്ഞു തരും. ഈ ഒരു ഭാഗം നന്നായി കവർ ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ നിന്ന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും തരുമായിരുന്നു വർക്ക്ഔട്ട് ചെയ്യാൻ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പരീക്ഷ കഴിഞ്ഞാല് ഈ റെമേഡിയലായ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പരീക്ഷയിൽ നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് മാർക്ക് മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? അവരെ നമുക്ക് നമ്മളെ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇപ്പം ഏത് ഭാഗമാണ് കിട്ടാത്തത്, നിങ്ങൾ ആ ഒരു പ്രശ്നം മെന്റർഷിപ്പ് കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഇതൊരു വെർച്വൽ ക്ലാസ് റൂമാണ്. അപ്പൊ വെർച്വൽ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അധ്യാപകങ്ങളെ കാണുന്നില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഇത് ഒരു യഥാർത്ഥത്തിൽ ഒരു റിയൽ ക്ലാസ് റൂമിന്റെ ഒരു മോഡ് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അത് നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ചോദിക്കാം. നമുക്ക് തീരെ അറിയാത്തൊരു വ്യക്തിക്കായാലും നന്നായി ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഓൺലൈൻ ക്ലാസ്സിലായാലും നമുക്ക് ടീച്ചേഴ്സ് ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നമുക്ക് ഒരാളാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും മിസ് അവിടെ ക്ലാസ് അവിടെ കുറച്ച് നിർത്തി അവരെയും കൂടെ പരിഗണിച്ചിട്ടായിരുന്നു ക്ലാസ് ചെയ്തത്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ പൊതുവെ നിങ്ങൾക്ക് പഠിക്കാൻ മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം, ഗണിതശാസ്ത്രം ഈ മേഖലകളിൽ, പിന്നെ അതുപോലെ തന്നെ സോഷ്യോളജി, ഫിലോസഫി അത്തരം ക്ലാസ്സുകളെ പറ്റി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? കൂടുതൽ എനിക്ക് സോഷ്യൽ സയൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസ് അതെ അതെ. അതില് ടോപ്പിക് ബേസ് ആയിട്ടും എല്ലാ ചോദ്യങ്ങളും നമുക്ക് റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് എന്തായാലും നിർബന്ധമായും ചോദിക്കുന്നു പറയുന്ന ടോപ്പിക് ഉണ്ട്. അതിന് കൂടുതൽ ക്ലാസ്സുകളും എക്സ്ട്രാ ആയിട്ട് ഓൺലൈനായിട്ടും അല്ലാണ്ട് ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ കേട്ടിട്ട് പാസ്സാൻ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ് സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പൊ മനഃശാസ്ത്രത്തിന് എന്താണ് നിങ്ങൾക്ക് മനഃശാസ്ത്ര ക്ലാസ്സുകളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ്? ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്ന നിങ്ങൾ 2012 DLED പാസ്സാവുന്നു. അതിനുശേഷം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാധാരണ മിക്കവാറും എല്ലാ ഈ അധ്യാപികമാർക്ക് ഉണ്ടാകുന്ന പോലെ അധ്യാപിക വിദ്യാർത്ഥികളുടെ കുടുംബ പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ സാമൂഹ്യഘടനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ 19 പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഈ നീണ്ട ഗ്യാപ്പിന് ശേഷമുള്ള ഒരു പഠനത്തിന്റെ ഒരു ചെറിയ ഗ്യാപ്പ് സംഭവിച്ചു. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സഹായിച്ച എങ്ങനെയാണ്? നമുക്ക് ആ ഗ്യാപ്പ് വന്നപ്പോൾ നമുക്ക് അന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ മറന്നുപോയി. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അപ്പം ഞാൻ ആദ്യം ആപ്പ് എടുക്കുന്നതിന്റെ മുന്നേ ഈ DLEDകാരുടെ ടെക്സ്റ്റ് ബുക്ക് കുറെ അന്വേഷിച്ചു. അപ്പം പിന്നീട് ഞാൻ അതിന്റെ നോട്ടും വെച്ച് പിന്നീട് ഈ ആപ്പിന്റെ ക്ലാസ്സും രണ്ടും കൂടി ഇരുന്നിട്ടാണ് പഠിക്കുകയായിരുന്നു ചെയ്തത്. അതായത് അവരുടെ ആപ്പിലുള്ള ഓരോ ക്ലാസ് വരുമ്പോൾ അതിന്റെ നോട്ടും എന്റെ നോട്ടുമായിട്ട് മാച്ച് കൂടെ നോക്കിയിട്ട് അതിൽ എക്സ്ട്രാ അതിൽ പറഞ്ഞ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനഃശാസ്ത്ര മേഖലയിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗണിതശാസ്ത്രവും. ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പൊതുവെ മാത്സിൽ വീക്കായ കുട്ടികളായി, അതായത് ഈ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് വിഷയങ്ങൾ എടുക്കുന്ന ആള് സയൻസ് വിദ്യാർത്ഥികളെ പോലെ മാത്സിൽ അത്ര പ്രാവീണ്യം ഉണ്ടാകുകയില്ല. അപ്പൊ അത് സഹായിക്കാൻ, അത് ദൂരീകരിക്കാൻ
അത് ലഘൂകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? പിന്നെ എനിക്ക് എന്താണ് നിങ്ങളെ ക്ലാസ്സുകൾ? ടൈം മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നമായിരുന്നു മാത്സ് ചെയ്യുന്നതിൽ. അപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ. ഒരു കുടുംബിനി എന്ന ആൾക്ക് നിങ്ങൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നിങ്ങൾ 2012 DLED കഴിയുന്നു, പിന്നീട് 2019 എഴുതുന്നു. അപ്പൊ നിങ്ങൾക്ക് പുതുതായി ഇപ്പോൾ എഴുതാൻ ഒരുപാട് നിങ്ങളെ പോലെ നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിരവധി ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് ഓരോ വിഷയവും, ഉദാഹരണത്തിന് മനഃശാസ്ത്രം, അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രം, ഗണശാസ്ത്രം, ഇതൊക്കെ പഠിക്കാൻ അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ യൂട്യൂബിലെ വീഡിയോസ്, നമ്മളിപ്പം കേട്ടിട്ട് നടിച്ചെന്ന ഒരുപാട് ഇതിന് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ എല്ലാ വീഡിയോസ് ഇങ്ങനെ കണ്ട് നമ്മൾ നോട്ട് എഴുതുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് അങ്ങനെ ട്രൈ ചെയ്ത ആളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ കാണാതെ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആവട്ടെ, നമ്മൾ ഇതൊക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും കണ്ടെത്തുക. പിന്നെ അതിനനുസരിച്ച് നമ്മളിപ്പോൾ ആപ്പ് മേടിക്കുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചിട്ടയായിട്ടുള്ള രീതി, നമ്മൾ എത്ര ഒരു സബ്ജക്റ്റിൽ എത്ര മാർക്ക് മേടിക്കുന്ന ആദ്യം തന്നെ നമ്മളൊന്ന് നമ്മൾ കണക്കൂട്ടണം അല്ലെ? ഒരു സൈക്കോളജിയിലാണെങ്കിൽ, മനഃശാസ്ത്രമാണെങ്കിൽ അതിൽ എത്ര മാർക്ക് നിങ്ങളൊരു എക്സ്പെക്ടേഷൻ വേണം, എന്നിട്ട് നിങ്ങൾ ചെയ്യണം. അതായത് ഞാൻ ചെയ്ത കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കളക്ട് ചെയ്ത് വെച്ച്, അതേപോലെ ടെക്സ്റ്റ് ബുക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ മാക്സിമം ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ സെയിം ഇയറിൽ ഇത്ര വർഷം മുതലുള്ളതിൽ സെയിം ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചു. അത് പിന്നെ ഒരു നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതി. പിന്നീട് അതേപോലെ എല്ലാ ബാക്കി സബ്ജക്റ്റിലും അതേപോലെ തന്നെ. പിന്നെ മാത്സിനൊക്കെ ഒരു മെത്തേഡ്, പ്രീവിയസ് ആയി ചോദിക്കുന്ന മെത്തേഡ് ഉണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് അതേപോലെ തന്നെ. അങ്ങനെയുള്ളതൊക്കെ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ച് അതിൽ നിന്ന് മാർക്ക് കളയാതിരിക്കാൻ വേണ്ടി അത് മാക്സിമം നന്നായി പഠിച്ചു. പിന്നീട് ബാക്കി അറിയാത്ത ടോപ്പിക് ബേസ് സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ടോപ്പിക്കായിട്ട് ഓരോ ദിവസം അതെ, ഒരു ദിവസം ഇത്ര ടോപ്പിക് വെച്ച് കവർ ചെയ്തിട്ടാണ് എല്ലാ സബ്ജക്റ്റും ഒരു ദിവസം നോക്കും. എല്ലാ സബ്ജക്റ്റും ഒരു ദിവസം നോക്കുന്ന ശീലമുണ്ട്. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും പ്രത്യേകമായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് പഠിച്ചു. അങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത്. കാരണം നിങ്ങൾ പല ആളുകളെ, നിങ്ങൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ പഠനത്തെ സഹായിച്ചത്? അല്ല, കുറെ ഗ്യാപ്പ് വന്നോണ്ട് വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം വെച്ചാല് നമ്മളിപ്പോ വൈകുന്നേരം ആയാലും മോളുടെ പഠിത്തം, മറ്റു കാര്യങ്ങൾ, സ്കൂൾ പറഞ്ഞയക്കണം. അപ്പൊ ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടായിരുന്നു. അതെ. അപ്പം വൈകുന്നേരം നമ്മൾ എല്ലാ പണിയും തീർത്ത് ഞാൻ എന്റെ ബുക്കും കാര്യങ്ങളും എടുത്ത് ഞാൻ മാറിയിരിക്കും. മോളെ പഠിത്തമൊക്കെ ഹസ്ബൻഡ് അമ്മ അവരൊക്കെ ചെയ്തോളും. അങ്ങനെ ബാക്കിന്റെ ഞാൻ ആ രാവിലെ ആയാലും നേരത്തെ എഴുന്നേക്കുക, പിന്നീട് അവരെഴുന്നേക്കുന്നതിന് മുന്നേ നേരത്തെ എണീറ്റ് ബാക്കി പഠനപരമായി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പൊതുവിജ്ഞാനം ഉണ്ടാക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? ഈ ഒരു ആപ്പിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വാട്സപ്പിലൂടെ നമുക്ക് അവരെ അയച്ചു തരും. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാൻ ഒരു എക്സ്ട്രാ ഒരു ബുക്ക് വെക്കുമായിരുന്നു. അങ്ങനെ അപ്പൊ അത് നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. പൊതുവിജ്ഞാനങ്ങൾ അങ്ങനെ പഠിച്ചു. മൊത്തം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരീക്ഷ? ആദ്യം നിങ്ങൾ എഴുതി, കുറെ 3-4 തവണ എഴുതി. പിന്നീട് നിങ്ങൾ ഈ പ്രൊഫ്സ്കെയിൽ ലേണിംഗ് ആപ്പ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് ഇത് തമ്മിലെ വ്യത്യാസങ്ങൾ കാണുന്നത്? ആദ്യമൊക്കെ നമുക്ക് ഈ പിന്നെ മറ്റു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ചോദ്യം ഭയങ്കര വിഷമം, ഇത്ര കിട്ടിയില്ലേ, പൊതുജനങ്ങള്, ബന്ധുക്കള് ഒക്കെ ചോദിക്കുന്നത് ആളുകൾക്കെല്ലാം ഉണ്ടാകുന്ന പ്രശ്നം. ഒരു ഫംഗ്ഷന് പോകാൻ പറ്റും, നമുക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് കിട്ടിയില്ലേ, കേട്ടത് കിട്ടിയില്ലേ, എന്താ കിട്ടിയില്ലേ എന്നുള്ളത്. നമ്മൾ തീരെ ഒരു അല്പം അപകർഷാബോധവും അല്പം പ്രയാസവും അനുഭവിക്കും. നമ്മളിപ്പോ ഒരു ടീച്ചിങ് ഫീൽഡിലാണെങ്കിൽ നമ്മളെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, പക്ഷേ ഈ പരീക്ഷയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അപ്രൂവലും മറ്റു കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ തീരെ ഒന്നിനും പറ്റില്ലേ, നമ്മൾ ഈ ഇത്രയും 2 വർഷം നമ്മുടെ സെൽഫ് ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ചോദ്യമാണ്. അപ്പം പിന്നെ ആ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ 2-3 മാർക്ക് വരുമ്പോ ആദ്യം മടുപ്പ് പിടിച്ചു, ഇനി ഇത് എഴുതുന്നില്ല, അങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായി. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ മാക്സിമം ട്രൈ ചെയ്യും, ഹസ്ബൻഡ് സപ്പോർട്ട് കാര്യമായിട്ട് ഹസ്ബൻഡ് പറയുന്നു, എഴുതൂ, നീ എഴുതൂ,
നീതു എഴുതൂന്ന് പറയാണ്. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അതേപോലെ എന്നോട് പറഞ്ഞ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം ഞാൻ ഈ എല്ലാ വീഡിയോസും ഇങ്ങനെ കണ്ട് നോട്ട് എഴുതൽ എഴുതിയായിരുന്നു. പിന്നീട് ഇതിൽ മാത്രം അപ്പം ഒരു ദിവസം സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ അത് അപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കും. അടുത്ത സബ്ജക്ട് എടുക്കും. അതിന് എല്ലാത്തിനും ടൈം കറക്റ്റ് ആക്കിയിട്ട് നമ്മള് ടൈം കൂടുതൽ അത് പഠിക്കാനുള്ള ടൈം നമ്മൾ കൂടുതൽ കണ്ടുപിടിച്ചു. നമ്മളിപ്പോ പണിയെടുക്കുവാണെങ്കിലും ഓഡിയോ വീഡിയോസ് ആയാലും ഓണാക്കിയിടും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പണി ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യം ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അതായത് ഒരു ബോറിംഗ് ആയി തോന്നിയില്ല. എപ്പോഴും ഇതിങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാനും കേൾക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ സഹായിച്ചു വളരെയധികം. അതാണ്. അപ്പം ഈ പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ മനഃശാസ്ത്ര മേഖലയിൽ ലേണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി വ്യക്തിത്വം ഉണ്ട്, പിന്നെ ബുദ്ധി ഇന്റലിജൻസ്, ഈ 3 മേഖലയാണ്. ഈ 3 മേഖലയും വ്യത്യസ്തമായി പഠിക്കുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ലേണിംഗ് ആപ്പ് സഹായിച്ചത്? അതായത് ഒന്നാമത് സൈക്കോളജിന്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ സൈക്കോളജി ഡീറ്റെയിൽഡ് ക്ലാസ്. അതില് നമുക്ക് പിക്ചർ ആയാലും നമുക്ക് അതിൽ ഓരോരുത്തർ പറഞ്ഞ കൊട്ടേഷൻസ്, അതായത് പാവ്ലോവ്, സ്കിന്നർ മുതലായ ആളുകൾ പറയുന്നൊക്കെ കൊട്ടേഷൻസും കാര്യങ്ങളും അതിന്റെ പിക്ചർ അത് നല്ല ക്ലാരിറ്റി, നമുക്ക് നല്ല ക്ലാരിറ്റിയുള്ള പിക്ചർ ക്വാളിറ്റി ഉണ്ട്. അതെ, അത് നമുക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് അവര് ഇപ്പം പാവ്ലോഗിന്റെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അദ്ദേഹം അതിനുപയോഗിച്ച പരീക്ഷണ ലേണിംഗ് കുറിച്ചുള്ള പരീക്ഷണങ്ങൾ. അപ്പൊ ആ ഒരൊറ്റ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പിക്ചർ എല്ലാം കറക്റ്റ് ആയിട്ട് ഓർമ്മ വരും. എനിക്കിപ്പോഴും ഓർമ്മ, പരീക്ഷ ഹാളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ പിക്ചർ കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു മെന്റൽ പിക്ചർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ സാറിന്റെ ക്ലാസ്സുകൾ, സോഷ്യലിലെ ചില ക്ലാസ്സുകൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. പുതിയ മലയാളത്തിലെ ക്ലാസ് എന്താ? മലയാളം എങ്ങനെയാണ്? മലയാളത്തിലെ ആദ്യം ഈ സന്ധികളും അതുപോലെ സന്ധി സമാസം മുതലായ മേഖലകളുണ്ട്, അലങ്കാരങ്ങള്. ഒരു ടീച്ചർ നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരുമായിരുന്നു. കൃത്യമായിട്ട് അതിന് എക്സാമ്പിൾ ആദ്യം ടീച്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ നമ്മളത് ചെയ്ത് നോക്കി മിസ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയിലുണ്ട്. അപ്പൊ നിങ്ങളെ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യും സംഗതി. നിങ്ങളെ ലേണിംഗ് എക്സ്പീരിയൻസ് മുഴുവൻ സിസ്റ്റമാറ്റിക് ആയി ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, വിജയത്തിന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് ക്ലാസ്സുകളെ പറ്റി ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇംഗ്ലീഷും അതും നമുക്ക് ഗ്രാമർ, ഈ ഒരു ബേസിക് ആയ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ കിട്ടുന്നുണ്ട്, മാത്തമാറ്റിക്സും കിട്ടുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് ഈ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ. അപ്പം വരും ഈ പുതിയ പരീക്ഷ എഴുതാൻ ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഉപദേശം എന്താണ്? കേട്ടറ്റിന് നിങ്ങൾക്കറിയാം, കേട്ടറ്റ് 1, കേട്ടറ്റ് 2. ടീച്ചർ കേട്ടറ്റ് 1ഉം കേട്ടറ്റ് 2ഉം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ LP സ്കൂളും UP സ്കൂളും ടീച്ചർ ആവാൻ ക്വാളിഫൈഡ് ആണ്. അപ്പം ഈ കേട്ടറ്റ് 1ഉം കേട്ടറ്റ് 2ഉം പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ, നിങ്ങളെപ്പോലെയുള്ള DLEDയും BEd ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ട്. ഇപ്പം BEd കഴിഞ്ഞ ആൾക്കാർ കേട്ടറ്റ് 2 എഴുതാം. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള നിർദ്ദേശം നിങ്ങൾക്ക് എന്താണ് ഒരു പറയാനുള്ളത്? ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് വേണം, ആദ്യം കോൺഫിഡൻസ് വേണം, ആത്മവിശ്വാസം. പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം. എനിക്ക് ആദ്യം ഇല്ലാതായിരുന്നു, പിന്നീട് എനിക്ക് മനസ്സിലായത് യു ലാക്ക് കോൺഫിഡൻസ്. അതാണ് നമ്മൾ 1-2 തവണ നമ്മൾ 1-2 മാർക്കിനായിക്കോട്ടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡെസ്പായി പോകുന്നു. അത് ചിന്തിക്കാതിരിക്കുക, നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയി വളരെ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ ആർക്കും ക്വാളിഫൈ ചെയ്യാൻ പരീക്ഷയാണ്. ഇത് തികച്ച ഒരു അക്കാഡമിക് പരീക്ഷയാണ്. നമ്മൾ സിലബസ് നന്നായി സിലബസിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതേ മെത്തേഡ് സിലബസ് ഫോളോ ചെയ്യുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതേപോലെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അത് ദിവസവും നമ്മൾ ഒരു ദിവസം തന്നെ ഒരു സബ്ജക്റ്റ് മാത്രമല്ലാതെ എല്ലാ ദിവസവും ഒരു ദിവസം എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ടൈം ടേബിൾ ഇട്ട് നന്നായി പഠിച്ച് നമുക്ക് എല്ലാവർക്കും. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് BEd DLED ക്വാളിഫൈ ചെയ്ത ഒരുപാട് നിങ്ങളെപ്പോലെയുള്ള കുടുംബിനികളുണ്ട്. അവർക്കൊക്കെ പ്രയാസം കേട്ടറ്റ് പരീക്ഷയാണ്. കേട്ടറ്റ് പരീക്ഷ ഇല്ലാത്തതിൻ്റെ പേരിൽ PSCക്കും അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയും ജോലി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ എങ്ങനെ പഠിക്കണം എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്?
ഇപ്പൊ ഞാൻ ഇത് ചെയ്ത രീതി തന്നെ പ്രിപ്സ്കെയിൽ ആപ്പ് മേടിക്കായിരുന്നു. അപ്പൊ മേടിച്ച് എനിക്കൊരു കോൺഫിഡൻസ് തോന്നിയ മറ്റേ ആപ്പിനെ അപേക്ഷിച്ച് നമ്മളെ ഒരുപാട് വീഡിയോസ് കാണിച്ച് നമ്മൾക്കൊരു പേടിയില്ല. കാരണം ഇതെല്ലാം അതെ അതെ. അപ്പൊ വീഡിയോ നമുക്കിത് കുറെ കാണുമ്പോ അയ്യോ ഇതൊക്കെ ഇപ്പൊ ഞാൻ കവർ ചെയ്ത് തീർക്കും, എപ്പോ പഠിക്കും എന്നൊക്കെ ടെൻഷൻ. അതെ, ബാക്കിയാകുമ്പോൾ നമുക്ക് വീട്ടിലെ ജോലി കാര്യങ്ങളെല്ലാം നമുക്ക് അതിന്റെ ഇടയിൽ ഇത് എപ്പോഴും തീരും എന്നൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഈ ആപ്പ് വാങ്ങിയിട്ട് എനിക്കൊരു എന്താന്ന് വെച്ചാല് പഠിക്കേണ്ടത് എന്താണോ ആ ഒരു ടോപ്പിക് അതിൽ നിന്നുള്ള ചോദ്യം ഉറപ്പാണ്. അപ്പൊ ആ ടോപ്പിക് നന്നായി കവർ ചെയ്യാനുള്ള മെറ്റീരിയൽസും നോട്ട്സ് ആയിക്കോട്ടെ കിട്ടുന്നുണ്ട്. അത് തന്നെ നമ്മള് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് പാസ് ആവാനുള്ള അപ്പം PDF നോട്ട്സ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ വീക്കിലി ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ എങ്ങനെയാണ്, പിന്നെ ഹോൾ ടെസ്റ്റ് ഉണ്ടോ? ഉണ്ട് 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ഫുൾ എക്സാമിനേഷൻ ഉണ്ടാവും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫോർമേറ്റീവായി സമ്മേറ്റീവായി ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു DLED പാസ്സായി, ഇപ്പം കേട്ടിട്ട് പാസ്സായി. നിങ്ങൾ എന്തിലാണ് നിങ്ങളെ ഡിഗ്രി പഠിച്ചത്? നിങ്ങൾ മലയാളത്തിലാണ് പഠിച്ചത്. മലയാള സാഹിത്യ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വിനോദങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ ഹോബീസ്? പാട്ട് കേൾക്കും, പിന്നെ ഡാൻസിങ് ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പം സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ്? വളരെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണോ? അല്ലെങ്കിൽ നിങ്ങൾ വയനാട്ടിലാണ്? വയനാട് ട്രൈബൽ ഏരിയ ആണ്. അപ്പൊ ട്രൈബൽ സ്കൂളിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ കുട്ടികൾ? പിന്നോക്ക നിലവാരത്തിലുള്ള ഒരുപാട് മക്കളുണ്ട്. അല്ലാതെ ജനറൽ വിഭാഗത്തെ കുട്ടികളും ഉണ്ട്. രണ്ടും മിക്സ്ഡ് ആണ്. പൊതുവെ എങ്ങനെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കാൻ താല്പര്യമാണോ? പിന്നോക്ക വിഭാഗത്തെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ മുന്നോട്ട് അവര് സ്കൂളിൽ എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം, അവർക്കൊരു മടിയാണ്. അപ്പം ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നമ്മള് പക്ഷെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും അവരെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പൊതുവെ കുട്ടികൾ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് കുട്ടികളുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാനും നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ നിധി ചെറുപ്പം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ടിക്കറ്റ് കിട്ടിയോണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയി ഇരിക്കുകയാണ് ഇപ്പൊ. പിന്നെ ഇനിയിപ്പോ അടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷ എഴുതുന്നുണ്ടോ? MA മലയാളം ചെയ്യണമെന്നുണ്ടോ? BEd ചെയ്യണം അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടോ? നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ടീച്ചിങ്ങിൽ നിന്ന് കൺഫൈൻ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉയർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് ഈ വിദ്യാഭ്യാസ മേഖല. നിങ്ങളിപ്പോൾ TTC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇനിയും PSC വിളിക്കും, +2 പോകാം, SCRT പോകാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണത്. അപ്പോൾ നിങ്ങൾ പഠനം നിർത്തരുത്, പഠിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കോളേജ് അതായത് BEd കോളേജിലും ട്രെയിനിങ് സ്കൂളുകളിലും ട്രെയിനിങ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ സമയത്ത് അങ്ങനെ ഇപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് എഴുതിയിരുന്നോ? പഠിക്കുന്ന സമയത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ ആ സമയം എഴുതുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ ആ സമയം എഴുതുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം സബ്ജക്റ്റ് ടച്ച് ഉണ്ടാവും. പിന്നീട് നമ്മൾ ഗ്യാപ്പ് വന്ന് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാഗ് ഉണ്ടാവും അല്ലെ? ആ ഗ്യാപ്പ് ഓവർകം ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രമം, ഒരു പെയിൻസ്റ്റേക്ക് എഫേർട്ട് നിങ്ങളെ ഭാഗത്ത് വേണ്ടി വരും. റൈറ്റ്. അപ്പൊ നിങ്ങളെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒന്ന് പറയൂ. എങ്ങനെയാണ് നിങ്ങൾ, എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളെ പ്രൈമറി, ഹൈസ്കൂള്, TTC അതായത് ഹയർ സെക്കൻഡറി, പിന്നെ നിങ്ങളെ ട്രെയിനിങ് ഒന്ന് പറയൂ. ഞാൻ 7 വരെ പഠിച്ചത് ഇവിടെ അടുത്ത് തന്നെ അമ്മ സാഹിബ് UP സ്കൂളിലാണ്. അത് കഴിഞ്ഞ് +2 WHS പിണങ്ങോട് പഠിച്ചു. അത് കഴിഞ്ഞാണ് TTC പോകുന്നത്. എല്ലാം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അതെ. പിന്നെ TTC പിന്നെ ഇവിടെയാണ് ബത്തേരി ഡയറ്റിലാണ്. TTC കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിൽ മലയാളം. അത് നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടോ? അത്യാവശ്യം നന്നായി മാർക്ക് നേടിയിരുന്നു. നിങ്ങൾ പൊതുവെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? ചെറിയ ക്ലാസ് നല്ല പഠിക്കായിരുന്നു? നിങ്ങൾ ആവറേജ് സ്റ്റുഡന്റ് നിങ്ങൾ പഠിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ടീച്ചർ ആവാൻ ആഗ്രഹിച്ചത്? നിങ്ങൾ എന്താണ് നിങ്ങളെ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം നിങ്ങളെ മനസ്സിൽ? മറ്റൊരുപാട് തൊഴിലുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതി PSC എഴുതി മറ്റു മേഖലയിൽ പോകാം. പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങളെ ടീച്ചർ ആവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഏതോ വികാരം എന്താണ്? എന്റെ സ്കൂളിൽ പഠിക്കുന്ന എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. റോൾ മോഡൽ ടീച്ചർ ആയിരുന്നു. ടീച്ചർ നമ്മളോടൊക്കെ ഇടപെടുന്ന ഒരു രീതിയാണ്. ടീച്ചർ കിട്ടുന്ന ബഹുമാനം, സ്നേഹം, അതൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടാവും. ചെറുതാകുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചർ ആണെന്നുള്ളത്.
പിന്നെ ടീച്ചിങ് ഒരു മാന്യമായ തൊഴിലാണെന്നും നോബൽ പ്രൊഫഷനാണെന്നും അതെ അതെ അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നിയോണ്ട് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ജീവിതത്തിൽ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ടീച്ചറായി വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഉയരങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ടീച്ചറായി കഴിഞ്ഞു, ഇനിയിപ്പം കേട്ടറ്റ് പാസ്സായി, അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു, ഫുള്ളി ക്വാളിഫൈഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഇനി ഉയരങ്ങളിലേക്ക് പോകാം. ഒരു ഡിഗ്രി BEd ചെയ്യാം, അത് കഴിഞ്ഞ് സെറ്റ് പരീക്ഷ പാസ്സാവാം, നെറ്റ് പരീക്ഷ PG കഴിഞ്ഞാൽ നെറ്റ് പരീക്ഷ പാസ്സാവാം. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. മാത്രമല്ല അല്പം പോലും നിങ്ങൾ ജീവനുള്ള ഫയലുകളെയാണ് നിങ്ങൾ സമീപിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ജീവിതം വളരെ സന്തോഷകരമായി നീങ്ങാൻ കഴിയും. പിന്നെ പൊതുവെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾ നടത്താറുണ്ട് സ്കൂളുകളിൽ? കുട്ടികളിൽ നൃത്തം, പാട്ട്, അതുപോലെ സ്കൂളിൽ ഇപ്പം നമ്മള് കൂടുതലും കുട്ടികൾക്ക് അക്ഷരം ബേസിലാണ്. അപ്പോ അത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം പിന്നോക്ക നിലവാരത്തെ കുട്ടികളെ ആയാലും, അതായത് നിങ്ങളെ കുട്ടികൾ അധികവും ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സിന്റെ മക്കളായിരിക്കും അല്ലേ? പല കുട്ടികൾ പേരൻസിന് വിദ്യാഭ്യാസം ഉണ്ടാകില്ല. അത്തരം കുട്ടികളാണ് നിങ്ങൾ, പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഭൂരിപക്ഷം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ അവരോടുള്ള സമീപനം, മറ്റു കാര്യങ്ങളൊക്കെ അവരെ കുറച്ചുകൂടി മുന്നിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ട്. നമ്മൾ കുട്ടികൾ അഥവാ സ്കൂളിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ അവരെ അന്വേഷിച്ച് അങ്ങ് വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ സമ്പർക്കം പേരൻസിനെയും കൂടി നിങ്ങൾ ബോധ്യപ്പെടുത്തും. അവരെ പഠനത്തിന് പിന്നോക്കം നിൽക്കാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം കൂടെയുള്ള ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളിപ്പോ എങ്ങനെയെങ്കിലും കുട്ടികളെ നല്ലൊരു വിദ്യാഭ്യാസം എത്തിക്കണം. അപ്പൊ നിങ്ങൾ ഈ കുട്ടികൾ എങ്ങനെ കലാപ്രവർത്തനങ്ങൾ താല്പര്യമുള്ള എല്ലാ മക്കളും നല്ല അത്യാവശ്യം നല്ല കായിക രംഗങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളാണ് പൊതുവെ. അവർക്ക് ഒരു ടീച്ചർ എന്ന നിലക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്. സ്നേഹം തന്നെയേ കൊടുക്കാനുള്ളൂ. അപ്പൊ സ്നേഹം കുട്ടികൾക്ക് ആവശ്യം പോലെ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് കുട്ടികൾ എങ്ങനെയാണ് നിങ്ങളുടെ സമീപനം? കുട്ടികൾ നമ്മള് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളോട് എല്ലാത്തിനും പങ്കാളികളാവും. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും മക്കൾ നല്ല ആക്റ്റീവാണ്. എല്ലാ മക്കളും ആക്റ്റീവാണ്. അപ്പൊ നീതു ടീച്ചർ ഇപ്പം സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ടീച്ചിങ്ങിൽ നിങ്ങൾ രാവിലെ പോയി സ്കൂളിൽ പോയി വരുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്കൂളുകളുടെ സ്കൂളിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ മറ്റെല്ലാ സ്വകാര്യ പ്രഹസനങ്ങളും മറന്ന് അവരോടൊപ്പം ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ച് അങ്ങനെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം എന്തൊക്കെയാണ്? സ്കൂളിൽ എത്തുമ്പോൾ നമ്മളെ മുന്നിൽ ചെറിയ മക്കളാ, അവര് ചെറിയ കുട്ടികൾ, അവരെ മനസ്സ് നിഷ്കളങ്കമായിരിക്കും. കാരണം അവരെല്ലാം നമ്മളോടാണ് ഷെയർ ചെയ്യുക. അവരൊരു വരുന്ന വഴിക്കൊരു വണ്ടി കണ്ടോട്ടെ, അത് എന്തൊരു സംഭവമാണ് നമ്മളോട് ടീച്ചറെ അത് ഞാൻ കണ്ടു, അതെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അവരെ എല്ലാം ഷെയർ ചെയ്യും. അവരെ കേൾക്കാൻ, അവർ പറയുന്ന കേൾക്കാനൊക്കെ നമ്മളൊരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാല് അവർക്ക് അതിൽ സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പൊ അത് നമുക്ക് ഒരു വല്ലാത്ത ഉന്മേഷം, ആവേശം, ഒരു അനുഭവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നീതു ടീച്ചർ ഇത്രയും നേരം എന്നോടൊപ്പം ചെലവഴിച്ച അതിന് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം, സ്നേഹം.